പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വണക്കമാസത്തിൻ്റെ 31-ാം ദിവസം, ഈ മാർച്ച് മാസത്തിൻ്റെ അവസാന ദിവസം, നമുക്ക് ദൈവം ഈ വണക്കമാസത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹവും, ഒത്തിരി അനുഗ്രഹം നമുക്ക് വ്യക്തിപരമായിട്ട്, കുടുംബപരമായിട്ട്, സമൂഹത്തിലൊക്കെ വിശുദ്ധ ഔസേപ്പിതാവ് യേശുക്രിസ്തു വഴി ഒത്തിരി അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. സങ്കീർത്തനം 91 അവിടുന്ന് പറയാൻ, ഞാൻ എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. യേശുക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. അത് നീതിമാന്മാർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് രക്ഷ ലഭിക്കുകയുള്ളൂ. അത് കാണിച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ആ രക്ഷ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ 31 ദിവസം വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുന്നതോടൊപ്പം ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെപ്പോഴും നന്ദി പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്കുണ്ടാകും. അത് നീതിമാന്മാർക്ക് മാത്രമാണ് എല്ലാത്തിനും നന്ദി പറയാൻ പറ്റൂ. നന്ദി ഉള്ള ഒരു ഹൃദയത്തോട് നമുക്ക് ജീവിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നന്ദിയുള്ളവരായി കുടുംബത്തിൽ, സമൂഹത്തിലെല്ലാം നമുക്ക് രക്ഷയുടെ ചിഹ്നം ധരിച്ചുകൊണ്ട്, രക്ഷയുടെ അടയാളമായി നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ഔസേപ്പിതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 31 ദിവസം ദൈവം ഔസേപ്പിതാവ് വഴി നമുക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.